ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഈശോ ഇന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. നിന്റെ വഴിത്താരയിൽ ഈശോയുടെ നിറസാന്നിധ്യം ഉണ്ടാകട്ടെ. പിശാച് ഈശോയെ പരീക്ഷിക്കുന്നുണ്ട്. മൂന്നാമത്തെ പരീക്ഷണം കഴിഞ്ഞ് കഴിയുമ്പോൾ ഈശോ പിശാചിനെ ആട്ടിപ്പുറത്താക്കുകയാണ്. ഈശോ ഇപ്രകാരമാണ് പറയുക. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 4-ാം അധ്യായം 12-ാം തിരുവചനം. യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും പറയപ്പെട്ടിരിക്കുന്നു. പിശാച് പല രീതിയിൽ പരീക്ഷിക്കാനും പരീക്ഷണത്തിന് വചനമൊക്കെ കോട്ട് ചെയ്യാണ്. ഈശോ പറയാണ്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടി എഴുതപ്പെട്ടിട്ടുണ്ട്. നിന്റെ കഴിവ് വെച്ച് നിന്റെ ബുദ്ധി വെച്ച് അളന്നെടുക്കാനുള്ളതല്ല ദൈവവചനോ ദൈവിക കാര്യങ്ങളോ. വിശ്വാസം എന്ന് പറയുന്നത് ബുദ്ധിയുടെ തലങ്ങൾക്ക് അപ്പുറത്താണ്. ബുദ്ധിയിലിട്ട് അമ്മാനമാടാനുള്ളതല്ല ദൈവം. ഇന്നൊരു വിലയിരുത്തലാകാം. നീ നിന്റെ ദൈവത്തെ എങ്ങനെയാ കാണുക? നീ നിന്റെ പ്രാർത്ഥനകളെ എങ്ങനെ കാണുക? ദേവാലയത്തെയും സഭയെയും സംവിധാനങ്ങളൊക്കെ നീ എങ്ങനെയാ വിലയിരുത്തുക? ഹൃദയത്തിൻ്റെ അളവുകോലാണോ, അതോ ചിന്താരീതികൾക്കോ മീഡിയകൾക്കോ അനുസരിച്ചാണോ? യഥാർത്ഥമായ ഒരു ബോധ്യം അത് നിനക്ക് ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ചൊന്ന് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കുന്നതിനോടത്ത് നന്ദി പറയുകയാണ്. കർത്താവേ, ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു. ബുദ്ധി കൊണ്ട് നിന്നെ അളക്കാതെ ഹൃദയം കൊണ്ട് നിന്നെ സ്നേഹിക്കുവാനായിട്ട് ഈ വ്യക്തിക്ക് നീ കൃപ നൽകണമേ. നിന്റെ നാമത്തിൽ ഈ ദിവസം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തരത്തിലുള്ള തിന്മകളിൽ നിന്നും ഈശോയെ ഈ വ്യക്തിക്ക് നിന്റെ നാമത്തിൽ സംരക്ഷണം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.